പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം വിശ്വസിക്കുന്നവന് ദൈവം നൽകുന്നു. മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു. വിശ്വാസത്തിന്റെ മേഖലയാണ് നമുക്ക് ഈ വചനഭാഗത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് ആരാണ്? ചുങ്കക്കാരനും യഹൂദ മതാനുസാരിയിലായിരുന്ന വ്യക്തി യഹൂദരിൽ നിന്ന് മാനസാന്തരപ്പെട്ട് അതിനുശേഷം യേശുവിന്റെ ശിഷ്യനായ മത്തായിയാണ് സുവിശേഷം, അതായത് മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത്. മത്തായി എന്ന പേരിന് അർത്ഥം തന്നെ യഹോവയുടെ ദാനമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമ്മോട് മനസ്സലിഞ്ഞത് കൊണ്ടാണ്, ദൈവം നമ്മോട് കരുണ തോന്നിയത് കൊണ്ടാണ്, ദൈവത്തിന് നമ്മോട് മനസ്സലിവ് ഉണ്ടായത് കൊണ്ടാണ് ദൈവത്തിന്റെ ദാനമായ നമ്മൾ ഭൂമിയിൽ പാർത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ഓരോരുത്തരും. മത്തായി എന്ന വാക്കിന് അർത്ഥം തന്നെ യഹോവയുടെ ദാനമെന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾക്ക് വ്യത്യസ്തപരമായ അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞാലും ഒരുപക്ഷെ ദൈവീകമായ ബന്ധത്തോടുള്ള അർത്ഥമല്ലായിരിക്കാം. പക്ഷേ നീ യേശുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ വ്യത്യസ്തപരമായ അർത്ഥങ്ങൾ നിന്നെക്കുറിച്ച് സൂചിപ്പിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പൊളിച്ചു കളഞ്ഞ് നിന്നെ ദൈവത്തിന്റെ ദാനമായി, ദൈവത്തിന്റെ പൈതലായി പരിശുദ്ധാത്മാവ് തന്നെ വേർതിരിക്കുകയാണ്. പിന്നെ നീ പറയപ്പെടുന്ന, നീ അറിയപ്പെടുന്ന പേരിന്റെ വ്യക്തിയല്ല, നീ ദൈവത്തിന്റെ ദാനമായ വ്യക്തിയാണ്. അപ്പോൾ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നതും മത്തായി തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിനർത്ഥം ദൈവത്തിന്റെ ദാനമെന്നാണ്. അതുമാത്രമല്ല, ഈ മത്തായി സുവിശേഷം എഴുതിയ കാലഘട്ടം AD 58-68 കാലഘട്ടത്തിൽ അന്ത്യോക്യയിൽ വെച്ചാണ് ഈ മത്തായി സുവിശേഷം എഴുതപ്പെടുന്നു എന്ന് വേദപണ്ഡിതർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. വിശ്വാസത്തിന്റെ പട്ടിക പറയുമ്പോൾ തിരുവചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും യേശു പറയുന്ന ഒരു വാക്കാണ് ഇതിൽ പ്രധാനമായി ഉച്ചരിക്കുന്നത്. യേശു പറയുന്ന വാക്ക് 21-22 ഒരു പ്രവചന ശബ്ദം പോലെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് സ്വീകരിച്ച് അങ്ങനെ തന്നെ നിങ്ങളുടെ വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് നാവുകളിലൂടെ, ശബ്ദങ്ങളിലൂടെ ഈ പ്രവചന വാക്ക് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് മനുഷ്യൻ നിങ്ങളെ നോക്കി വിധി എഴുതിയിരിക്കുന്ന വിഷയത്തിന്റെ മേഖലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ ഈ ദൈവ ശബ്ദം കേൾക്കുന്നവരോട് ദൈവാത്മാവ് ഇടപെടുന്നു. നീ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും ദൈവം നിനക്ക് ചെയ്തു തരും. യേശു ഇവിടെ ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന യാചനയിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ലഭിക്കണമെങ്കിൽ പ്രധാനമായി യേശു ഇവിടെ ഊന്നി പറയുന്ന ഒരു വാക്ക്, നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് യാചിച്ചാലും ലഭിക്കും. അതാണ് കർത്താവായ യേശു ഈ ഭൂമി ചെയ്യുന്ന ശുശ്രൂഷകളിൽ തൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി പലരും വരുന്നുണ്ട്. തൻ്റെ അടുക്കിലോട്ട് വരുന്നുണ്ട്. യേശു അങ്ങോട്ട് ഇറങ്ങിപ്പോയി സൗഖ്യമാക്കിയതുണ്ട്. ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യന്റെ 38 ആണ്ട് രോഗിയായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ ആ വ്യക്തി യേശുവിന്റെ അടുക്കിലോട്ട് വന്നില്ല. യേശു മനസ്സലിഞ്ഞ്
അവന്റെ അടുക്കിലോട്ട് പോയി. കാരണം എന്തെന്നറിയാമോ? സൗഖ്യമാകാൻ ആഗ്രഹിച്ച, അതായത് സൗഖ്യം നടക്കുന്ന സ്ഥലത്ത് 38 വർഷമായിട്ടും അവൻ നിരാശപ്പെട്ട് സൗഖ്യം ലഭിക്കുന്ന സ്ഥലത്തു നിന്ന് അവൻ എഴുന്നേറ്റ് പോകാതെ അവൻ അവിടെ തന്നെ വിശ്വസിച്ചു കൊണ്ടായിരുന്നത് കൊണ്ട് യേശു അവിടെ ഇറങ്ങിച്ചെന്ന് അവനെ സൗഖ്യമാക്കുകയാണ്. യേശു ഇറങ്ങിച്ചെന്ന് അവനോട് ചോദിക്കും, നീ വിശ്വസിക്കുന്നുവോ? നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? അപ്പോൾ പറയുന്നു, യേശുവേ, ഞാൻ ആദ്യം കുളത്തിൽ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരു വ്യക്തി ഇറങ്ങുന്നത് കൊണ്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. യേശു പറഞ്ഞു, നീ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, യേശു പ്രധാനമായി നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ഒരു ഭക്തൻ യാചിക്കുന്ന സകലത്തെയും ദൈവം നമുക്ക് ചെയ്തു തരാൻ ശക്തനാണ്. ഒരൊറ്റ കാര്യം, വിശ്വസിക്കുന്നുവോ? ഒരു വിഷയം, നീ യാചിക്കുന്ന വിഷയം, നീ പ്രാർത്ഥിക്കുന്ന വിഷയം, ദൈവത്തോട് പറയുന്ന വിഷയം, എൻ്റെ ദൈവം എനിക്കിത് ചെയ്തു തരുമെന്ന് നീ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും ദർശനങ്ങൾക്കൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഉറപ്പായിട്ട് അത് സംഭവിക്കും. എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നീ വിശ്വസിക്കുക. സാധ്യമല്ല, സാഹചര്യം നോക്കുമ്പോൾ സാധ്യമല്ല. പക്ഷെ പരിശുദ്ധാത്മ ആരോടോ ദൂത് പറയുന്നു, സാഹചര്യമല്ല നിന്നെ വിടുവിക്കുന്ന, മറിച്ച് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ സാഹചര്യമല്ല നിനക്ക് പ്രവർത്തിക്കുന്നത്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നീ വിശ്വസിച്ച് ആ വിഷയത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആ വിഷയം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. ആ വിഷയത്തിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ്. ആ വിഷയത്തിൽ നിനക്ക് വേണ്ടി പരിഹാര വഴി തുറക്കുകയാണ്. ആ വിഷയത്തിൽ നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി നിന്റെ മുന്നിൽ തുറന്നു വരികയാണ്. അതാണ് യേശു പറയുന്നത്, പ്രധാനമായിട്ട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അത് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കും. പക്ഷേ നീ വിശ്വസിക്കണം. അപ്പൊ വിശ്വാസമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഏതൊരു വിഷയത്തിന്റെ പിന്നിൽ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ട്. അതാണ് പ്രധാനം. ഇവിടെ പറയുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് വലിയ സാഹചര്യമാകട്ടെ, ചെറിയ സാഹചര്യമാകട്ടെ, ഏത് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന രോഗമാകട്ടെ, നിനക്കിനൊരു വാതിൽ തുറക്കാൻ ചാൻസ് ഇല്ലാത്ത മേഖലയാകട്ടെ, പക്ഷെ നീ വിശ്വസിച്ചിരിക്കുന്ന ജീവനുള്ള ദൈവം നിനക്ക് ചെയ്തു തരാൻ ശക്തനാണെന്ന് ആഴമായി വിശ്വസിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഇവിടെ യേശു പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നിനക്ക് ലഭിക്കുമെന്നാണ്. ആ അധ്യായത്തിൽ തന്നെ യേശു പറയുന്നുണ്ട്, നീ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവും സംഭവിക്കത്തില്ല. അതങ്ങനെ തന്നെ നടക്കും. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നിന്നെ നടത്തുന്ന ജീവനുള്ള ദൈവം എനിക്ക് ചെയ്തു തരാൻ ശക്തനാണെന്ന് നീ ഒന്നാമതായി ആഴത്തിൽ നീ വിശ്വസിക്കണം. നമുക്ക് തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് യേശു ചിലരുടെ അടുക്കിൽ ചെന്ന് സൗഖ്യമാക്കി. ചിലർ യേശുവിൻ്റെ അടുക്കിൽ വന്നു. വഴിയരികിൽ കുരുടനായ മനുഷ്യൻ ദൈവത്തോട് നിലവിളിക്കുന്നു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കൂടെയുള്ളവർ പറഞ്ഞു, മിണ്ടരുതെന്ന് പറഞ്ഞു. പക്ഷേ ആവശ്യക്കാരൻ അറിയാം, ഇതുവഴി പോകുന്നവന് മാത്രമേ, ഇതുവഴി ഇപ്പോൾ പോകുന്ന കർത്താവിന് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിടുതൽ ലഭിക്കുന്നവരെ ഞാൻ നിലവിളിക്കും. ആ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവർ തന്നെ അമർച്ച ചെയ്തു, ശാസിച്ചു. പക്ഷേ താൻ മിണ്ടാതിരുന്നില്ല. താൻ നിലവിളിച്ചുകൊണ്ട് തനിക്ക് ഉറപ്പുണ്ട് കർത്താവ് തന്നെ സൗഖ്യമാക്കുന്നവൻ വിശ്വസിച്ചു. അവൻ നിലവിളിക്കുമ്പോൾ യേശു ആരാണോ ഈ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ തന്നെ തടസ്സപ്പെടുത്തിയോ അവരോട് യേശു പറഞ്ഞു, ആ വ്യക്തിയോട് പറയുക, ഞാൻ അവനെ വിളിക്കുന്നു. അവർ ഓടി വന്ന് പറഞ്ഞു, യേശു നിന്നെ വിളിക്കുന്നു.
അവനോട് യേശുവിൻ്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു. എനിക്ക് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കിലോട്ട് പോകുമ്പോൾ യേശു ചോദിച്ചു, എന്താണ് നിന്റെ ആവശ്യം? ഗുരു, എനിക്ക് കാഴ്ച ലഭിക്കണം. യേശു അവന് കാഴ്ച കൊടുക്കുന്നു. അവന്റെ വിശ്വാസമാണ്. അപ്പൊ യേശു പറയുന്ന വാക്ക് നീ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും ലഭിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആരോടും പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വിഷയത്തിൽ വൈകിയാലും നീ അവിശ്വസിക്കരുത്, താമസിച്ചാലും നീ അവിശ്വസിക്കരുത്. ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ ശക്തനാണ്. നീ ആശ്രയിച്ചിരിക്കുന്ന, നീ വിശ്വസിച്ചിരിക്കുന്ന, നീ പ്രത്യാശ വച്ചിരിക്കുന്ന ജീവനുള്ള ദൈവം നിന്റെ വിഷയത്തിന്റെ മേഖലയിൽ നിനക്ക് പരിഹാരം തരാൻ ശക്തനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ വിശ്വസിക്ക്, സാധ്യമല്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി സാധ്യമാക്കി തരുന്ന ഒരുവനാണ്. അവനിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. അപ്പൊ യേശു പറയുന്ന നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമ്മുടെ വിഷയത്തിൽ ഒരു വിടുതൽ ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. 2, ദൈവം എനിക്ക് ചെയ്തു തരാൻ ശക്തനാണെന്ന് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം, പൂർണ്ണമായിട്ട്. 3, നമ്മുടെ വിഷയം, യാചിക്കുന്ന വിഷയം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സാഹചര്യം നോക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും കാണുന്നില്ല. പക്ഷെ നീ മടിപ്പില്ലാതെ നീ പ്രാർത്ഥിച്ചാൽ, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയത്തിന്റെ മറുപടി കർത്താവ് ഇവിടെ പറയുന്നു, നിനക്ക് ഉത്തരം ലഭിക്കും. ഉറപ്പായിട്ടും ഉത്തരം ലഭിക്കും. അപ്പോൾ ഒന്നാമതായി നിന്റെ വിഷയത്തിൽ വിടുതൽ കിട്ടണമെങ്കിൽ നൽകാൻ ശക്തനായ ദൈവത്തെ നീ വിശ്വസിക്കണം. 2, നീ ദൈവസനി മടിപ്പില്ലാതെ ആ വിഷയം ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന് നീ ഉറപ്പായിട്ട് വിശ്വസിച്ച് മടിപ്പില്ലാതെ നീ പ്രാർത്ഥിക്കണം, മടിപ്പില്ലാതെ നീ യാചിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആ വിഷയത്തിലേക്ക് ഇറങ്ങി വരും. കർത്താവ് ചെയ്തു തരാൻ ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ വിഷയത്തിന്റെ മേഖലയിൽ ഇടപെടും. നീ ഭാരപ്പെടരുത്. ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്തു തരാൻ ശക്തനാണ്. പക്ഷേ നീ ചെയ്തു തരുന്ന ദൈവത്തെ നീ വിശ്വസിക്കണം. 2, ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ആ വിഷയം മടുപ്പില്ലാതെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഹന്നയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹന്നയുടെ ജീവിതത്തിൽ തലമുറയില്ല. അവൾ വളരെ വേദനപ്പെടുകയാണ്. അതുമാത്രമല്ല, അവൾ ഭവനത്തിനകത്ത് നിന്ന കേൾക്കുകയാണ്. പെനീന എന്ന സഹോദരി തന്നെ കളിയാക്കുകയാണ്, നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണ്, തന്നെ വേദനപ്പെടുത്തുകയാണ്, മുറിപ്പെടുത്തുകയാണ്. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ആരൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ വേദനപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, മുറിപ്പെടുത്തുന്ന പ്രവൃത്തികൾ, മറ്റുള്ളവർ നിങ്ങളെ നോക്കി, നിങ്ങളുടെ സാഹചര്യ ശൂന്യത നോക്കി, നിങ്ങളുടെ പരാജയം നോക്കി നിന്ദിക്കുന്ന ശബ്ദങ്ങൾ, എന്നാൽ നീ വിശ്വസിക്കുന്ന ദൈവത്തെ നീ പൂർണ്ണമായി ഉറച്ചു നിൽക്കുക. നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. ഹന്നയുടെ ജീവിതത്തിൽ അവൾക്ക് ഒത്തിരി നിന്ദയാണ്, അവളെ വേദനിപ്പിക്കുകയാണ്. പക്ഷെ അവൾ ആരോടും പിറുപിറുക്കുന്നില്ല. വീട്ടിലുള്ളവരോട്, തന്നെ വേദനിപ്പിക്കുന്നവരോട് വിരോധമായി സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ അവൾ വിശ്വസിച്ച ദൈവസന്നിധിയിൽ ചെന്ന് അവൾ നെടുമ്പാട് വീണ് ദൈവത്തോട് അവൾ പ്രാർത്ഥിക്കുന്നു. അവൾ ദൈവത്തോട് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കൊരു പുരുഷ സന്താനത്തെ അങ്ങ് തരും, അങ്ങ് തരാൻ ശക്തനാണ്. എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകിയാൽ നിന്റെ സനി ഞാൻ നേർച്ചയായ കുഞ്ഞിനെ ഞാൻ സമർപ്പിക്കും എന്ന് പറഞ്ഞവൾ ഹൃദയം നിറഞ്ഞ്, ഹൃദയം പൊട്ടി തകർന്ന മേഖലയിൽ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. കാരണം അവൾ വിശ്വസിച്ചു, ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലും നേർച്ചയിലും ദൈവം പ്രസാദിക്കുമെന്ന് അവൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. അവൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം അവൾക്ക് ഉത്തരം കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ശമൂവേൽ പ്രവാചകന് ദൈവം അവൾക്ക് കൊടുത്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ വിശ്വസിക്കുക. ഒന്നാമതായി നിന്റെ വിഷയത്തിന്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ നീ ആരാധിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് നീ വിശ്വസിക്കുക. 2, മടിപ്പില്ലാതെ നീ പ്രാർത്ഥിക്കുക.
3 ആ വിഷയത്തിൽ അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന് പൂർണ്ണമായി നീ വിശ്വസിച്ച് അതിനു വേണ്ടി ജാഗരിച്ച് നീ പ്രാർത്ഥിക്കുക. പിറുപിറുക്കരുത്. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ചാൻസുമില്ല. നിന്ദിക്കരുത്, മടുപ്പ് വരരുത്, പ്രാർത്ഥന നിർത്തരുത്. നീ കണ്ടിന്യൂസ് ആയിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഴമായ ചില ദൈവിക ചലനങ്ങൾ സൃഷ്ടിക്കും. സാധ്യമല്ല, വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നീ വിശ്വസിച്ച് മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ പോകുന്നു, വാതിൽ തുറക്കാൻ പോകുന്നു. നിന്റെ സാഹചര്യം മാറുകയാണ്. ഈ തിരുവചന പ്രകാരം സമർപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ ദൈവ ശബ്ദം കേൾക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനാ വിഷയങ്ങൾ അവർ തുറന്നു വരട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, വഴികൾ തുറക്കട്ടെ, വാതിൽ തുറക്കട്ടെ, ഇവരുടെ സാഹചര്യങ്ങൾ മാറട്ടെ. ദൈവാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ബാധ്യതകൾ മാറട്ടെ, ഇവരുടെ ഫിനാൻസ് സകലുകൾ മാറട്ടെ, ഞെരുക്കം മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.